ആദരണീയ വേദി, സ്നേഹമുള്ള സദസ്, സത്യത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയാം. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഒന്ന് സൂചിപ്പിക്കാം. വളരെ പെട്ടെന്നാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. പരീക്ഷാകാലമായതുകൊണ്ടും സമയപരിമിതി കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ സയൻസിലെ കുറേ പ്രതിനിധികളെയും പൊറിഞ്ചുവുമായി വളരെ അടുപ്പമുള്ളവരെയും മാത്രമേ ഇതിലേക്ക് ക്ഷണിച്ചുള്ളൂ. ഇതെന്തിനു വേണ്ടിയാണ് ഈ യോഗം വിളിച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഔപചാരികതയുടെ പേരിൽ പറയാം. നമ്മുടെ പ്രിയപ്പെട്ട പൊറിഞ്ചുവിന് ഉദ്യോഗം ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു യാത്രയപ്പ് നൽകുകയാണ്. സത്യത്തിൽ പൊറിഞ്ചുവിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ പട്ടിണിയോട് പൊരുതി പഠനം ഒരു ആയുധമാക്കി മാറ്റിയവനാണ് പൊറിഞ്ചു. എനിക്ക് ഓർമ്മ വരുന്നത് ചങ്ങമ്പുഴയുടെ കവിതകളാണ്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടൂ എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ പൊറിഞ്ചുവിനെ സംബന്ധിച്ചിടത്തോളം 100% യാഥാർത്ഥ്യമാണ്. പൊറിഞ്ചു ഒരു കേവല മനുഷ്യനല്ല, പ്രകൃതിയെ സ്നേഹിച്ചു, ജന്തുക്കളെ സ്നേഹിച്ചു. പട്ടിയെയും പൂച്ചയും കടുവായും പുലിയെയും ഒരുപോലെ കണ്ടു, പൂവിനെയും പുല്ലിനെയും ഒരുപോലെ ദർശിച്ചു. ഇനി ഉയർച്ചയുടെ പടവുകളാണ്. പലരാലും വെറുക്കപ്പെട്ടവനെങ്കിലും ഇനി അവൻ ഉയർന്നു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി പൊറിഞ്ചുവിനെ കുറിച്ച് 4 വാക്ക് സംസാരിക്കുവാനായി നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ നമ്മുടെ എല്ലാമായ പ്രിൻസിപ്പലിനെ ആത്മാർത്ഥമായി ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, കേവലം വിദ്യാർത്ഥികളായിട്ടല്ല ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളത്. എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ്. നിങ്ങളൊക്കെ നന്നായി പഠിച്ച് ഉയർന്ന ഉദ്യോഗം കൈവരിച്ച് ഉന്നത പദവിയിലെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ കോളേജ് മുഴുവൻ പാറി നടന്ന് എല്ലാവരെയും രസിപ്പിച്ച് തമാശകൾ പൊട്ടിച്ച് ഏവരും ഇഷ്ടപ്പെടുന്ന നമ്മളെ പൊറിഞ്ചു പെട്ടെന്ന് നമ്മളെ വിട്ട് പോവുകയാണ്. 6 മാസത്തിനകത്ത് ട്രെയിനിങ് കഴിഞ്ഞ് അവനിക്ക് വരുത്തില്ലയോ? അഥവാ അതിനു മുമ്പ് സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് കപ്പിയടിച്ച് അവനിക്ക് വരുത്താം. എനിക്കൊന്നേ പറയാനുള്ളൂ, പട്ടാളത്തിൽ ഉയർന്ന് ഒരു മേജർ പൊറിഞ്ചു ആവണം. ജയ് ഹിന്ദ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ട ബാഹുലേ സാറിനെ ക്ഷണിച്ചു. അതിനും കൈയാൾ വേണം. ഇനി വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുട്ടികളെ, പൊറിഞ്ചു എന്നും എനിക്ക് അന്യനാണ്. അന്യനെ പോലെ അല്ല, അനുജനാണ്. പലരും പറയുന്ന പോലെ എനിക്ക് അവനോട് ഒരു അസൂയയില്ല, സ്നേഹക്കുറവുമില്ല. പിന്നെ എനിക്കിവിടെ പറയാനുള്ളത്, വർഷങ്ങളായി ഞാൻ പകർന്നു കൊടുത്ത അറിവ് കൊണ്ടവൻ അവൻ്റെ പ്രവൃത്തിയിൽ വലിയവനാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അടുത്തതായി സംഗീത ടീച്ചർ. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മൾക്ക് ഏവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പൊറിഞ്ചു നമ്മുടെ കലാലയം വിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പൊറിഞ്ചു പോകുന്നതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും മാതൃഭൂമിയെ സേവിക്കാനായി ഇന്ത്യൻ ആർമിയിലേക്കാണ് സെലക്ട് ആയിരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. പൊറിഞ്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ പൊറിഞ്ചുവിന് സാധിച്ചു. അല്ലാതെ ഇവിടെ ചിലരെ പോലെ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല പ്രദീപ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രദീപിന് എല്ലാവിധ ആശംസകളും.
ഇനി പ്രദീപിൻ്റെ ആത്മസുഹൃത്തും സന്തത സഹചാരിയുമായ രവിയെ ക്ഷണിക്കുന്നു. ഞാൻ പ്രസംഗില്ല. ചെല്ല്. ഞാൻ ഇല്ല സാർ. ചെല്ല്. വേണ്ട. ചെല്ല്, സംസാരിക്കും. സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൾ, ടീച്ചർമാർ, കൂടിയിരിക്കുന്ന കുട്ടികളെ, അങ്ങോട്ട് പോയാ നമുക്കെന്ത്? പണ്ട് അമ്മ പറഞ്ഞിട്ട് അമ്മ ആലപ്പുഴ മാമൻ വളർത്തി, അപ്പച്ചി വളർത്തി. പിന്നെ നമ്മളോട് കളിച്ചു നടന്നാൽ പറ്റില്ലല്ല. ഒരു നല്ല ജീവിതം ഉണ്ടാവണ്ടേ? അല്ലാതെ സാറ് പറയും പോലെ നമ്മളെ പോയി. എനിക്കൊന്നും ഇത്രയേ ഉള്ളൂ സാർ.